ഓക്കെ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം പ്രദാനം ചെയ്ത പ്രപഞ്ചശക്തിക്ക് മുമ്പിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സൂം ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ബീന, പുറമേരിയാണ് സ്ഥലം. ഞാൻ ഈ ഇതിലേക്ക് വന്നിട്ട് ഏകദേശം 2 വർഷത്തോളമായി. എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തന്നത് പുറമേരിയിലെ പവിത്ര സാറാണ്. എനിക്കുണ്ടായ ശാരീരിക പ്രശ്നങ്ങൾ മാറിയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കുകയും നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു ടീമിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ. നല്ല രീതിയിൽ ഈ ഒരു സംവിധാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾക്ക് ഈ ഒരു ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് പുറമേരിയിലുള്ള മിനിൽ സാറാണ്. മിനിൽ സാറിന്റെ ടീമിൽ തന്നെയാണ് ഞാൻ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു നെറ്റ്വർക്കറും ഈ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ മുമ്പോട്ട് പോകണം എന്നതിനെ പറ്റി ഉള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് സാർ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, ഇതൊരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ രീതിയിൽ മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതിനെപ്പറ്റിയുള്ള നല്ലൊരു ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഒരു പേനയും ബുക്കൊക്കെ കയ്യിൽ വെച്ച് പോയിന്റുകൾ നോട്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി ഉള്ള ഒരു പ്രവർത്തനം ഓരോ ഭാഗത്തുനിന്നും ഉണ്ടാകണം. നമ്മൾ ഓരോരുത്തരും വിജയിക്കാൻ വേണ്ടി വന്നവരാണ്. വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് സാർ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോ ആളുകളെയും ഈ ഒരു ക്ലാസ് കൃത്യമായി കേട്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പുറമേരി സ്വദേശിയ മിനിൽ സാറെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ ഒരു ക്ലാസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം മിനിൽ സാർ. താങ്ക് യു വീണ മാഡം. ഗുഡ് മോർണിംഗ് ഓൾ. ഒരിക്കൽ കൂടി ഇന്ന് വളരെ ഒരു വീഡിയോ വളരെ എനർജറ്റിക് ആയ ഒരു വീഡിയോ ആണ്. നമ്മുടെ കമ്പനിയുടെ തായ്ലൻഡ് ട്രിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ ആണ്. ആ വീഡിയോ ഇടുമ്പോൾ തന്നെ നമ്മുടെ MD അതിലൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ടീമിലേക്ക് മാക്സിമം പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ രാത്രി ആ വോയിസ് കേട്ട സമയത്ത് അപ്പൊ തന്നെ ഞാൻ എടുത്തിട്ട് എന്റെ ഗ്രൂപ്പിലേക്ക് ഇട്ടിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ സെയിം വീഡിയോ തന്നെ മിനിമേഡ് എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ ഇടുന്നതാണ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ അടങ്ങുന്ന ഇത് ഞാനും നിങ്ങളും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രാവിലത്തെ ഈ 6 മണിന്റെ സൂമിന് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും ഈ ഒരു സൂമ് കയറി സംസാരിക്കാം. എന്ത് തെറ്റിപ്പോയാലും ഒരു പ്രശ്നവും. കാരണം ഒരു കുടുംബത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഞാനൊരു സെഷൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ അഭിലാഷ് സാറിനെ അല്ലെങ്കിൽ മിനി മേഡത്തിനോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. ഒരു ടോപ്പിക്ക്, നിങ്ങളൊരു ഫോട്ടോയും ഒരു ടോപ്പിക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഓരോരുത്തരും സംസാരിച്ച് തുടങ്ങണം. ഞാൻ ചോദിക്കുമ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ, തായ്ലൻഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് എന്റെ മുന്നിൽ ഇപ്പൊ ഇരിക്കുന്നുണ്ട് എന്ന് ഒന്ന് ചാറ്റ് ബോക്സിൽ മീ എന്ന് ടൈപ്പ് ചെയ്ത് വിട്ടു കഴിഞ്ഞാല് വളരെ ഭംഗിയായിരിക്കും. മീ ഞാനുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, തായ്ലൻഡ് ട്രിപ്പ് ഓൾറെഡി അനൗൺസ് ചെയ്തത് മെയ് മാസമാണ്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 7 മാസം ഓൾറെഡി അത് പിന്നിട്ടു. അതിന് വിശകലനത്തിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഒരു സെൽഫ് അനാലിസിസ് നടത്തി നോക്കിയാൽ അറിയാൻ പറ്റും, ഞാൻ ബയോടൂറിയം ചെയ്യുന്നുണ്ടോ, ഞാൻ ബയോടൂറിയം ചെയ്യുന്നില്ലയോ. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ ഈ ഒരു സെഷനും ഒരു ക്ലാസ് അല്ല, ഒരു ട്രെയിനിങ് അല്ല, ഒന്നുമല്ല. എന്നെക്കാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, എന്നെക്കാൾ നെറ്റ്വർക്ക് പരിചയമുള്ള ആളുകളുണ്ട്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത്, ഇന്ന് മുതൽ ബയോടൂറിയം ഞാൻ ഇത് ഏറ്റെടുത്ത് ചെയ്യും എന്ന് ഒരു ഉറച്ച മനസ്സോടുകൂടി
ഒന്ന് ഫോളോ ചെയ്യാൻ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന KBCയുടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. അത് ഫോളോ ചെയ്യാൻ മാനസികമായി തയ്യാറെടുക്കുന്ന കുറച്ച് നല്ല വ്യക്തിത്വങ്ങളാണ് എന്റെ മുന്നിലിരിക്കുന്നത് എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ ഈ സെഷൻ ഇന്ന് ചെയ്യുന്നത്. ഇന്നലെ മിനി മേഡം വിളിച്ച് നാളെ രാവിലെ ഒരു സെഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു ഡിസ്കഷന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു സൂം പ്രോഗ്രാം ഞാനിവിടെ പറയാൻ കാരണം, ഈ രാവിലത്തെ ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് ഒരു കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ മനോജ് സാർ അടങ്ങുന്ന മനോജ് സാറിന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന 4-5 ആൾക്കാരുടെ ഒരു എഫേർട്ട് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഓണാക്കിയിട്ടിരുന്നാൽ മതി. പക്ഷെ ഇതിനെ കൊണ്ടുള്ള എന്തെങ്കിലും ഗുണം കേരളത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കേരളത്തിന്റെ കാര്യം പോട്ടെ, നമ്മൾ അവനവന് വേണ്ടിയല്ല ഈ ബിസിനസ് ഏറ്റെടുത്തത്. ഇപ്പൊ അവനവന്റെ ലൈഫിലും കൂടെ വന്നവരുടെ ലൈഫിലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം. ഇന്നത്തെ പ്രോഗ്രാമിന് പേരിട്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഇതിലുള്ള ലീഡേഴ്സിനെ ഒക്കെ മാറ്റിവെച്ചു. ഏറ്റവും ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പല മേഖലയിൽ നിന്നും വന്ന ആളുകൾക്കാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ ഓക്കെ ആണോ മിനി മേഡം? ഫസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാണ്, ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ ഈ ചോദ്യം നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കും പേനയുള്ളത് നല്ലതായിരിക്കും. ആ ബുക്കും പേനയിൽ നിങ്ങൾ എഴുതി വെക്കുക, വാട്ട് ഈസ് മൈ പർപ്പസ്. ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നതിന് മുന്നേ എനിക്ക് വേറെ പല മേഖലകളിൽ തൊഴിലുണ്ടായിരുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പല മേഖലയിൽ നിന്ന് വന്ന ആളുകളായിരിക്കും. പക്ഷെ എന്തിന് ഞാൻ ബയോട്ടോറിയം ഏറ്റെടുത്തു എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം ആദ്യം നിങ്ങൾ കണ്ടെത്തണം. ഒബിയസ്ലി ഞാൻ എന്റെ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ, ഞാനൊരു പ്രവാസി ആയിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ മാസം റിസൈൻ ചെയ്ത് 100% ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം എന്ത് ചെയ്തു, സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി. അതിന് ഏകദേശം ഒരു 8-9 മാസം മുന്നേ പവിത്ര സാർ എനിക്ക് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സെയിലൊക്കെ നടത്തി. ടീമൊന്നും ഉണ്ടായിരുന്നില്ല, പേഴ്സണൽ ആയിട്ടുള്ള സെയിലുകൾ തന്നെയായിരുന്നു നടത്തിയിരുന്നത്. കാരണം ഒരു തിരിച്ചു പോകുന്ന ഒരു അവസരത്തിൽ ആ ഒരു ഗ്യാപ്പിൽ നാട്ടിൽ കുറച്ച് കാലം ഒരു ബാങ്കിന്റെ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇവിടെ നിൽക്കേണ്ട വന്ന അവസരത്തിലാണ് ബയോട്ടോറിയം എടുത്തത്. അന്ന് എന്റെ പർപ്പസ് അത്യാവശ്യം ചെലവിനുള്ള പൈസ ഇതിലൂടെ ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സീരിയസ് ആയിരുന്നില്ല. എന്നാൽ എനിക്ക് ഒരു മാസം വേണ്ടിയിരുന്ന ഒരു എമൗണ്ട് ഞാനത് ഇതിലൂടെ എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടെത്തും. ഞാൻ മാത്രമല്ല, വൈഫിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്റെ കൂടെ അന്ന് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. തമാശക്ക് ബയോട്ടോറിയം ചെയ്യുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാനത് ഇങ്ങനെ തന്നെ പറയാൻ കാരണം, നിങ്ങളെ കൂടെ അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാവും. തമാശക്ക് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ഒരു 10,000-40,000 ഒക്കെ വാങ്ങിച്ചിരുന്ന കുറെ ആളുകളുണ്ട്. അവരൊന്നും ഇന്നില്ല. അപ്പൊ നിങ്ങളുടെ പർപ്പസ് എന്താണ്? അതിനുശേഷം ഞാൻ എന്റെ കരിയറിൽ എന്റെ നിലവിലുള്ള പ്രവാസ ജീവിതം റിസൈൻ ചെയ്ത് തിരിച്ചു വന്നു ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കുമ്പോ എന്റെ പർപ്പസ്, ഞാൻ ഉണ്ടാക്കി വെച്ച കുറെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളുണ്ട്, സാമ്പത്തികമായുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പൊ എഴുതി കൂട്ടി നോക്കുമ്പോൾ ഞാനൊരു 5 വർഷം ഗൾഫിൽ നിലവിലുള്ള ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതൊക്കെ നേടാൻ പറ്റും. എന്നെ സംബന്ധിച്ചിട്ട് നിലവിലുള്ള കിട്ടുന്ന സാലറി വെച്ച് കൂട്ടി നോക്കി കഴിഞ്ഞാൽ എന്തായാലും എനിക്കൊരു 5 വർഷം പണിയെടുക്കുകയാണെങ്കിൽ എന്റെ നിലവിലുള്ള എല്ലാ ആഗ്രഹങ്ങളും കഴിയും. പക്ഷെ ഈ 5 വർഷം കഴിഞ്ഞ് ഞാനിവിടെ തിരിച്ചു വന്ന്, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മേ ബി മറ്റുള്ള എല്ലാ പ്രവാസിയെ പോലെ തന്നെയും ഞാനും, ഈ കൂട്ടത്തിൽ ഒരുപാട് പ്രവാസികളുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഞാനും ലൈഫിൽ സ്ട്രഗിൾ ചെയ്യും. അപ്പൊ ഒന്ന് മാറ്റി ചിന്തിക്കുക എന്ന് വെച്ചാല്, കയ്യിലേക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ വലുപ്പം മനസ്സിലാക്കി ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ഒരു 3 വർഷം സ്റ്റിക്ക് ഓൺ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, 3 to 5 years കൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ എനിക്ക് മാത്രമല്ല എന്റെ കൂടെ വരുന്ന ആളുടെ ലൈഫിലേക്കും അതേപോലെ എന്റെ കുടുംബത്തിലേക്കും ഒരു അബണ്ടൻസ്, ഒരു സമൃദ്ധി കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബയോട്ടോറിയം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എന്റെ ഒരുപാട് പ്രഷറുകൾ ഉണ്ടായിട്ട്, ഒരുപാട് പ്രഷർ എന്ന് വെച്ചാൽ പല മേഖലയിൽ നിന്ന് സമ്മർദ്ദമുണ്ട്. കമ്പനിയിൽ നിന്നുണ്ടായിരുന്നു, കുടുംബത്തിൽ നിന്നുണ്ടായിരുന്നു, നാട്ടുകാരിൽ നിന്നുണ്ടായിരുന്നു, വീട്ടുകാരിൽ നിന്നുണ്ടായിരുന്നു, സുഹൃത്തുക്കളിൽ നിന്നുണ്ടായിരുന്നു. ഒക്കെ ഞാനിത് ഇഗ്നോർ ചെയ്തുകൊണ്ട് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. അതിന് കോൺഫിഡൻസ് തന്ന മനോജ് സാറിനും അതേപോലെ തന്നെ ഷായ് സാറിനും, എന്റെ ഗ്രേറ്റ് അപ്ലൈൻ ചെയ്തിരുന്ന പവിത്ര സാറിനും, എന്റെ കൂടെ എന്നുമുള്ള ചന്ദ്രമാഷ്, ശോഭ മേഡം,
ബീന മാഡം, ഇവർക്കൊക്കെ എന്റെ നന്ദി അറിയിക്കാം. കാരണം ആ ഒരു ബോണ്ടേജ് ഇപ്പോഴുണ്ട്. നമ്മൾ കുടുംബത്തിൽ കിട്ടാത്ത അല്ലെങ്കിൽ നമ്മുടെ മറ്റു പല മേഖലകളിലെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൗഹൃദത്തിലൊന്നും ഇല്ലാത്ത ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് ഈ ഒരു ബയോട്ടോറിയത്തിൽ കാണാൻ പറ്റും. കാരണം സത്യമുള്ള ഒരു ബിസിനസ് ആയതുകൊണ്ടാണ്. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എന്തിനാണ് ഇത് ഏറ്റെടുത്തത്? ആ ഏറ്റെടുത്ത ലക്ഷ്യം സാധൂകരിക്കാൻ ഈ ഒരു ബിസിനസ്സിലൂടെ സാധിക്കും എന്നുള്ളത് ആദ്യം തിരിച്ചറിയാം. ഇല്ലെങ്കിൽ വെറുതെ സമയം കളയണ്ട എന്നുള്ളത് തന്നെയാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഞാനത് തെറ്റായിട്ട് എടുക്കരുത്. കാരണം നമുക്ക് ഈസി ആയിട്ട് ആർക്കും വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അങ്ങനെ വിജയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടൈം എന്ത് ചെയ്യണം, ഫ്രെയിം ചെയ്ത് വെക്കണം. ഒരു ടൈം ഫ്രെയിം ആ സമയത്തിനുള്ളിൽ നമ്മൾ നേടണം. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഏറ്റെടുക്കുന്ന സമയത്ത് അത് വിജയിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണോ എന്നുള്ളത് ആദ്യം ആലോചിക്കുക. ചൂസ് ദ റൈറ്റ് കമ്പനി. ഇന്ന് ഇന്ത്യയിൽ വളരെ ശക്തമായി അല്ലെ അത്രയും ഗ്രോത്ത് റേറ്റ് കാണിച്ചുകൊണ്ട് നൂറുകണക്കിന് കമ്പനികളിൽ നിന്നും 5 വർഷത്തിനുള്ളിൽ 13ാം റാങ്കിലേക്ക് വന്ന, കഴിഞ്ഞ 4 വർഷത്തിൽ കൂടുതലായിട്ട് ഒരു പേ ഔട്ട് പോലും മിസ് ചെയ്യാത്ത, ഏത് ഡിസ്ട്രിബ്യൂട്ടർക്കും ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക കമ്പനി ഈ ബയോട്ടോർ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ കമ്പനിയുടെ ട്രെയിനിങ്ങുകളുണ്ട്, ഈ KBCയുടെ നേതൃത്വത്തിൽ ട്രെയിനിങ്ങുകളുണ്ട്. ഇതിലുള്ള ഗ്രേറ്റ് ലീഡേഴ്സിന്റെ അവരവരുടെ നേതൃത്വത്തിൽ ട്രെയിനിങ്ങുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ കിട്ടുന്ന ഒരു അസോസിയേഷന്റെ ഭാഗമാണ് നിങ്ങൾ എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്രോസ്പെക്റ്റുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കണം. അതിനുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ് കെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഐഡിയ എവിടെയാണോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ താഴോട്ട് വരുന്ന അസോസിയേറ്റുകളും നിങ്ങളും കൂടുന്നതാണ് നിങ്ങളുടെ ബിസിനസ്. ബാക്കിയൊക്കെ നമുക്ക് സപ്പോർട്ടീവാണ്. അതേപോലെ തന്നെ മാക്സിമം സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ 5 കാര്യങ്ങളിൽ നിങ്ങളൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൂടെ വിജയിക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. പക്ഷേ വെൻ യു ആർ നോട്ട് പ്രാക്ടീസിങ്, നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ മറ്റുള്ള ഒരാൾ ഇത് ചെയ്യും. പിന്നീട് ഉയരങ്ങളിൽ വെച്ച് അവരെ നിങ്ങൾ കാണുന്ന സമയത്ത് അവർ വിജയിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ആര് വിജയിക്കണോ ആര് പരാജയപ്പെടണോ എന്നൊക്കെ ആരാണ് തീരുമാനിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരാണ്. ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു വിന്നിങ് ആറ്റിറ്റ്യൂഡിലൂടെ വേണം നിങ്ങൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ബയോട്ടോറിയം ബിസിനസ് ചെയ്യുമ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ ഇവിടെ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, എഴുതി വെച്ച് മനസ്സിലേക്ക് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് അഭിലാഷ് സാർ എപ്പോഴും പറയുന്ന പോലെ പഠിച്ചിട്ട് ചെയ്യേണ്ട ഒരു ബിസിനസ് അല്ല ഡയറക്ട് സെല്ലിംഗ്, ചെയ്ത് പഠിക്കേണ്ട ഒരു ബിസിനസ് ആണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ കാണുന്ന പോലെ നീന്തം പഠിക്കാൻ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ നീന്തം പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങണം. ആദ്യത്തെ കുറച്ച് സ്ട്രഗിൾ ഒക്കെ ഉണ്ടാവും. പിന്നീട് നിങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യും, നീന്തം പഠിക്കും, നീന്തും. എന്താ പറയാ, ഏത് വെള്ളത്തിലും ഏത് പുഴയിലും ചാടി നീന്താൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾ വളരും. അതേപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ഓൺലൈനിൽ ഡ്രൈവിംഗ് ഒന്നും പഠിക്കാൻ പറ്റില്ല. നമ്മൾ പ്രാക്ടിക്കൽ ആയിരിക്കണം. നമ്മൾ ഡ്രൈവ് ചെയ്തതിന് ശേഷം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് 2 കൈയും സ്റ്റിയറിംഗിന്റെ മുകളിലൊക്കെ ഉണ്ടാവും. ഗിയർ മാറ്റുന്ന സമയത്തും ബ്രേക്ക് മാറ്റുന്ന സമയത്തും ക്ലച്ച് ചാട്ടുന്ന സമയത്തും ഒക്കെ ചിലപ്പോൾ ഡിസോർഡറുകളൊക്കെ സംഭവിക്കും. പക്ഷെ ഒരു 5-10 ദിവസം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്കിൽഫുൾ ഡ്രൈവർ ആകുന്ന സമയത്ത് നിങ്ങൾ ഒരേ സമയം തന്നെ ചായ കുടിക്കും, ഒരേ സമയം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. വണ്ടിയിൽ ഇരുന്നു കൊണ്ടുള്ള കാര്യം പറഞ്ഞത്. ഇതിൽ പ്രവാസികളുണ്ട് ഇഷ്ടം പോലെ, അവരുടെയൊക്കെ ലൈഫ് അങ്ങനെയാണ്. വണ്ടിയിൽ ഇരുന്നു കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, വണ്ടിയിൽ ഇരുന്നു കൊണ്ട് ഫോൺ ചെയ്യും, വണ്ടിയിൽ ഇരുന്നു കൊണ്ട് സെയിൽസ്മാൻമാരെ മാനേജ് ചെയ്യും, ഒരു കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യും. അവിടെയുള്ള ഓട്ടോമാറ്റിക് വെഹിക്കിളാണ് പലതും. ഇവിടെയും ഏകദേശം അതുപോലെ തന്നെയാണ്. ഒരേ സമയത്ത് തന്നെ 4-5 കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ല് നിങ്ങൾക്ക് എന്താവും, കുറേം കൂടി ഈസി ആവുന്ന സമയത്ത് നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രൈവറാകും. പക്ഷെ തുടങ്ങിയത് സ്ട്രഗിളിൽ നിന്നായിരുന്നു. നമ്മളും അതേപോലെ തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം, എന്റെ പർപ്പസ് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്യും, വിജിലന്റ് ആകും. വളരെ ഈസിയായി നമുക്ക് വിജയിക്കാൻ പറ്റും. എന്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ നാട്ടിൽ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. നമുക്ക് ഡെയിലി 1000-1500 രൂപക്ക് മുകളിൽ ഒരു ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമുക്ക് പല മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്. വിദേശങ്ങളിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വാർക്കപ്പണിക്ക് പോയി കഴിഞ്ഞാലും എന്തെങ്കിലും പ്ലാസ്റ്ററിങ്ങിന് പണിക്ക് പോയാലും എന്ത് നാട്ടിലുള്ള എന്ത് പണി, ഇതിൽ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഡെയിലി ഇപ്പൊ 1000-ന് മുകളിൽ കൂലി വാങ്ങുന്ന ആളുകളാണ്. ഈവൻ നമ്മൾ സ്ട്രീറ്റിൽ ഒരു വെജിറ്റബിൾ
അല്ലെ, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ വിൽക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് മിനിമം 1,000 രൂപക്ക് അടുത്ത് എന്തായാലും വരുമാനം കിട്ടും. ലോട്ടറി വിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ടാവും. എങ്ങനെയാണെങ്കിലും ഒരു സാധാരണ ഒരു ലോട്ടറി വിൽക്കുന്ന ഒരാൾക്ക് ഒരു മിനിമം ഒരു 450-600 രൂപയെങ്കിലും ഒരു ദിവസം എന്തായാലും വരുമാനം ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് സ്വന്തമായിട്ടൊരു ചെറിയ ഷോപ്പൊക്കെ, പെട്ടിക്കടയോ ഷോപ്പോ ഒക്കെ ഇട്ട് നടക്കുന്ന ഗ്രോസറി ഷോപ്പുകാരനും നമ്മൾ ഈ പറഞ്ഞതുപോലെ മാസം എന്തായാലും ഒരു 30,000-40,000 രൂപ വരുമാനം കിട്ടുന്നുണ്ട്. സ്കൂൾ ടീച്ചേഴ്സ് അടങ്ങുന്ന സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു 45,000-50,000, ഈവൻ ഒരു ഹെഡ് മാഷൊക്കെ ആകുന്ന സമയത്ത് 1 lakh, +2 വരുന്ന സമയത്ത് 1.5 ലക്ഷത്തിന്റെ മുകളിലൊക്കെ വരുമാനം കിട്ടും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ വളരെ കഷ്ടപ്പെട്ട് ഫിസിക്കലായിട്ട് അധ്വാനിക്കേണ്ട ലോഡിംഗ് മേഖലയിലാണെങ്കിലും 1,000-1,500 രൂപ ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നാഷണൽ പെർമിറ്റ് വണ്ടികളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതിന്റെ ഡ്രൈവേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന അവരും എന്തായാലും 1,000-2,000 രൂപ അവരുടെ ഒരു ദിവസത്തെ വരുമാനമാണ്. തൊഴിലുറപ്പിന് പോകുന്ന അല്ലെങ്കിൽ മറ്റുള്ള കൃഷിപ്പണികളിലേക്ക് ഇറങ്ങുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവരൊക്കെ മീൻസ് എന്ന് വെച്ചാല് ഒന്നുകിൽ നമ്മളായിരിക്കും ഈ കാണുന്ന ആളുകൾ, ഇല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട ആളുകളായിരിക്കും, നമ്മുടെ അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, സഹോദരങ്ങളായിരിക്കും, ഒക്കെ ആയിരിക്കും. ഇവരൊക്കെ ഒരു ദിവസം എങ്ങനെയാണെങ്കിലും 1,000-1,500 രൂപക്ക് മുകളിൽ വരുമാനം നേടുന്നുണ്ട് അല്ലെ. നമ്മൾ എന്തിനാണ് ഇതിൽ നിന്നൊക്കെ മാറി സഞ്ചരിച്ച് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് ഏറ്റെടുത്തത് എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷൻ തുടങ്ങുന്നത്. ഒരു 30,000-40,000, ഈവൻ 60,000 രൂപ കിട്ടിയാൽ മതിയെങ്കിൽ ബയോട്ടോറിയം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്ക് ഏത് ജോലിക്ക് പോയാലും വരുമാനം കിട്ടും. എല്ലാ ജോലിയും മാത്രമാണ്. എല്ലാ ജോലി ചെയ്യുന്ന ആളുകളും നമ്മളെ വളർത്തി വലുതാക്കിയതും, ഈവൻ എന്നെ വളർത്തി വലുതാക്കിയത് എന്റെ അച്ഛൻ ബിസിനസ്സുകാരനായിരുന്നു, അച്ഛന്റെ അച്ഛൻ കൃഷിക്കാരനായിരുന്നു, അച്ഛന്റെ ഏട്ടന് ചെറിയ ഷോപ്പായിരുന്നു. ഞാനിത് എന്നെ റിലേറ്റീവ് പറയുന്നത് ഇവൻ എന്താ പറയുന്നത് എന്നുള്ള ഒരു ചിന്ത ചിലപ്പോൾ വേറെ ആൾക്ക് പോയാൽ അവരെ വിഷമിപ്പിക്കാൻ വെച്ചിട്ടാണ്. കാരണം നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളെ വളർത്തി വലുതാക്കിയ ആളുകളൊക്കെ നാട്ടിലുള്ള എല്ലാ സകലമാന ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലുള്ള പല മേഖലകളിൽ തൊഴിലെടുത്തിട്ടാണ് നമ്മളെയൊക്കെ വളർത്തിയതും അവരുടെ മക്കളെ കല്യാണം കഴിച്ചതും അവർ വീടെടുത്തതും എല്ലാ കാര്യങ്ങളും. പക്ഷെ എന്തുകൊണ്ട് ബയോട്ടോറിയം അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ വരണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം ഇല്ല. പണ്ട് കാലത്ത് ഒരു 35 വർഷം മുന്നേ കൃഷി ചെയ്ത ഒരാളുകൾക്ക് അവർക്കന്ന് സാമ്പത്തികമായ സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. അവർ ഒരുപാട് സ്വത്തുകൾ വാങ്ങിക്കൂട്ടിയിരുന്നു. ഓരോ കാലഘട്ടത്തെ ഇൻഡസ്ട്രി മാറി വന്ന സമയത്ത് ഇന്ന് ഈ 2025 ശേഷം ലോകത്തില് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറ്റവും ഭൂമിയിലേക്ക് പോകുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് നമ്മൾ. ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ടൈം ലിവറേജ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഉദാത്തമായ രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലോകത്തിലുള്ള ഏക ബിസിനസ് ഓപ്പർച്യൂണിറ്റി പേരാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രോസസ്സ് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഈ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ ബിക്കമിങ് എ സ്റ്റാർ ബൈ ഗെറ്റിംഗ് ടു പീപ്പിൾ. നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റാർ ആയിട്ട് മാറുക. 2 വ്യക്തികളെ, എന്നെ പോലെ നിങ്ങളെ പോലെ വളരെ ഉള്ളിൽ എന്താ പറയാ ഒരു അടങ്ങാത്ത ആഗ്രഹം, ഡിസയറുമായിട്ട് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന 2 പേരെ കണ്ടെത്തുക. ആ 2 പേരെ മോൾഡ് ചെയ്തെടുത്ത് ട്രെയിനിങ് കൊടുത്തു ഇതിന്റെ ഡെപ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവർക്ക് 2 പേരെ കിട്ടാൻ വേണ്ടി അവരെ കൂടെ വർക്ക് ചെയ്യാന്നുള്ള. അങ്ങനെ ആ 2 പേർക്ക് 2 പേർ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അത് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് ടൈം ലിവറേജ് കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 40 വർഷം നമ്മൾ പണിയെടുത്താൽ കിട്ടുന്ന ഒരു വരുമാനം 4 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എല്ലാവരും ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ഒരു മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഞാനീ പോകുന്ന ഒരു അരമണിക്കൂർ സമയം എന്റെ ഇത് മനസ്സിലാക്കാതെ ഏറ്റെടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ അപ്ലൈൻ ലീഡറായിട്ട് സംസാരിച്ച് എനിക്കും ഒരു 4 വർഷത്തിന്റെ ഉള്ളിൽ എന്റേതും എന്റെ കുടുംബത്തിന്റെയും സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കി അതിനുള്ള അദ്ദേഹം എന്താണോ പറയുന്നത്, നിങ്ങളുടെ ഗ്രേറ്റ് അപ്ലൈൻ ലീഡർ എന്താണോ പറയുന്നത് ബ്ലൈൻഡ് ആയിട്ട് അദ്ദേഹത്തെ വിശ്വസിച്ച് 4 വർഷം അദ്ദേഹത്തിന് കൊടുത്താൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെയും കുടുംബത്തിന്റെയും ജീവിതം വളരെ മനോഹരമാക്കാൻ പറ്റും എന്ന് ഇന്ത്യയിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിലാണ് നിങ്ങൾ എത്തിയത്.
ഏകദേശം 500ഓളം ആളുകൾക്ക് 1 കോടിക്ക് മുകളിൽ വരുമാനം ഇപ്പൊ തന്നെ നേടിക്കൊടുത്ത കമ്പനിയാണ് ഈ ബയോട്ടോറിൻ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. അതിൽ 1 കോടി മുകളിലോട്ട് ഏകദേശം 20 കോടിക്ക് അടുത്ത് വരുമാനം വാങ്ങിയ ആളുകൾ വരെ ഇന്ന് ഇന്ത്യയിലുണ്ട്. അവനവന്റെ കഴിവും കപ്പാസിറ്റിയും വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരുമാനങ്ങൾ വാങ്ങിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ ഒരു ചെറിയ ഒരു ചിന്ത ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ ഡിഫറൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇറ്റ്സ് എ ലിറ്റിൽ തിങ്സ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക? തയ്യാറാവുന്നതാണ്. ഒരു പ്യൂപ്പയിൽ നിന്നും ഒരു പൂമ്പാറ്റയിലേക്ക് വരുന്ന കഥയും വീഡിയോസ് ഒക്കെ കണ്ട് കൈയടിച്ച് വീണ്ടും പ്യൂപ്പയായി മാറിപ്പോകുന്ന കുറെ ആളുകളെ നമുക്കറിയാം. നിങ്ങൾ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം നമുക്ക് എന്തായാലും അനിവാര്യമാണ്. ആ മാറ്റത്തില് ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെ കേരളമായിരിക്കണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന ബയോടൂറിയത്തിന്റെ ഒരു സംസ്ഥാനം. ഇന്ന് നമ്മളെ ബീറ്റ് ചെയ്തുകൊണ്ട് കർണാടക അത് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഈ ഒരു കേരള ബയോടൂറിയം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് ടീമുകളുടെ, ഒരുപാട് നദികൾ കൂടിച്ചേർന്ന് ഒരു വലിയ ഒരു സമുദ്രമാകുന്നത് പോലെ ഒരുപാട് ടീമിന്റെ ലീഡേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം കൂടി എത്തിച്ചേരുന്നത് KBCയിലേക്കാണ്. KBCന്റെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് അത് ഈ ബയോട്ടോറിയാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ വന്നു. പൊതുവെ ആളുകൾ വൈ ഡു പീപ്പിൾ ജോയിൻ MLM കമ്പനീസ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം സർവേകൾ പറയുന്നത്, എന്തിനാണ് ഒരാള് MLM കമ്പനികളിൽ ജോയിൻ ചെയ്യുന്നത്? സർവേ പറയുന്നത് 51% ആളുകളും സപ്ലിമെന്റൽ ഇൻകം കിട്ടാൻ, ഒരു സൈഡ് വരുമാനം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു എക്സ്ട്രാ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒട്ടുമിക്ക ആളുകളും MLM കമ്പനികൾ തെരഞ്ഞെടുക്കുന്നത്. ഒരു 34% ആളുകൾ ഫുൾ ടൈം ഇൻകം കിട്ടാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്. ഒരു പ്രൊഡക്റ്റ് ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് ഒരു ഐഡിയ അടിച്ചു കഴിഞ്ഞാൽ ഒരു 40 to 50% ഡിസ്കൗണ്ട് റേറ്റിൽ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും എന്ന് മനസ്സിലാക്കി വരുന്ന ഒരു 9% ആളുകളും പുതിയ പുതിയ ആളുകളെ കാണാനും പുതിയ ആളുകളോട് സംവദിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉള്ളത് കൊണ്ട് അതൊരു ക്രൈസ് ആയിട്ട് ഏറ്റെടുക്കുന്നത് വന്ന 6% ആളുകൾ അടങ്ങുന്ന ഒരു സർവേ റിപ്പോർട്ട് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതില് ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടാക്കിയിരിക്കുന്ന ആളുകൾ ഒരു 34% ഫുൾ ടൈം ഇൻകം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. നിങ്ങൾ ഓരോരുത്തരും ആ കാറ്റഗറിയിൽ ആവണം എന്നാണ് എന്റെ ആഗ്രഹം. അവനവന്റെ ജീവിത സാഹചര്യം വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്നുകിൽ നിങ്ങൾ അധിക വരുമാനത്തിന് വേണ്ടി ഇല്ലെങ്കിൽ ഫുൾ ടൈം വരുമാനത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 90 ദിവസം വളരെ ക്രൂഷ്യലായിരിക്കും. 90 ദിവസം ദ ഫസ്റ്റ് സ്റ്റെപ്പ് 90 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള 90 ദിവസം ഏറ്റവും ഈസി ആയിട്ടുള്ള 90 ദിവസമാക്കി മാറ്റാൻ നമുക്ക് പറ്റണം. അത് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളൊരു ഐഡിയ അടിച്ചു, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു നയാ പൈസ വരുമാനമില്ല, ഒരാളെ പോലും റിക്രൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 90 ദിവസം നിങ്ങൾ എന്തൊക്കെ ഇവന്റ്സുകൾ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ മീറ്റിംഗുകൾ ഉണ്ടോ, എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടോ, എന്തൊക്കെ ട്രെയിനിങ് ഉണ്ടോ, അതൊക്കെ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ആരും വേണ്ട, ഒറ്റയ്ക്ക് മതി. പക്ഷെ അറ്റൻഡ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ പറയും നിങ്ങളോട്, നീ ആ ട്രെയിനിങ്ങിന് പോയതല്ലേ, ഇതിന് പോയതല്ലേ, അത് BOPക്ക് പോയതല്ലേ, കഴിഞ്ഞ ആഴ്ച പോയതല്ലേ, 2 ആഴ്ച മുന്നേ പോയതല്ലേ, കണ്ണൂർ പോയതാണോ? മിനി മേഡം ഒക്കെ കോട്ടയത്ത് നിന്ന് കണ്ണൂർ BOPക്ക് വന്ന് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ ലീഡേഴ്സ് കോഴിക്കോട് BOPക്ക് വരുന്നുണ്ട്. കോഴിക്കോടിലെ BOP, കോഴിക്കോട് ജില്ലയിലുള്ള ആളുകൾ കണ്ണൂരും കാസർഗോഡും തൃശ്ശൂരൊക്കെ പോകുന്നത് കാണുന്നുണ്ട് അല്ലെ. അതെന്തുകൊണ്ടാ? ഉള്ളിൽ ഒരു ഫയർ ഉള്ളത് കൊണ്ടാണ്. അവർക്കറിയാം ഞാനിങ്ങനെ BOP സെന്ററുകളിലൊക്കെ പോകുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്യുക, എന്റെ സ്കില്ല് അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു മൈൻഡ് ബ്ലോക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ അത് മാറ്റി എല്ലാ ഇവന്റും എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം. രണ്ടാമത്തത്, 90 ദിവസം ഞാൻ 100% ഞാനിതിൽ പിടിച്ചു നിൽക്കും, ഒരിക്കലും ഞാനിത് വിട്ടുപോകില്ല എന്നുള്ള തീരുമാനം എടുക്കണം. അതേപോലെ തന്നെ മാസ്റ്റർ ബിസിനസ് ഉണ്ട്. ഈ 90 ദിവസത്തിനുള്ളിൽ കമ്പനി എന്താണ്, കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണ്, കമ്പനിയുടെ ലീഗാലിറ്റി എന്താണ്, കമ്പനിയുടെ വെബ്സൈറ്റിനെ കുറിച്ച് നോക്കണം. അതേപോലെ തന്നെ ഐഡിയ അടിക്കാനും പിന്നെടുക്കാനും പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാനും നിങ്ങൾ പഠിച്ചിരിക്കണം. മാസ്റ്റർ യുവർ ബിസിനസ്. നിങ്ങളായിരിക്കണം നിങ്ങളുടെ ബിസിനസിന്റെ മാസ്റ്റർ. 90 ദിവസത്തിനുള്ളിൽ 90 ഡേയ്സ് ഒരാളെ പോലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോഗ്രാമിന് പോകുന്നത് ഞാൻ പറഞ്ഞു.
ഈ 90 ദിവസത്തിനുള്ളിൽ ഒരു മിനിമം 30 ആൾക്കാരെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. ഇനി ഒരാളെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ 90 ദിവസം ഇതിൽ നിൽക്കുക എന്നുള്ളതാണ്. ഇനി അതിന്റെ കൂടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു മിനിമം ഒരു 30 ആൾക്കാരെ നിങ്ങൾ ലിസ്റ്റ് ഇട്ട് നിങ്ങൾ പ്രോഗ്രാം ഹാളിലേക്ക് കൊണ്ടുവന്ന് മെല്ലെ മെല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റാനുള്ള ശ്രമം നടത്തണം. അതിന് നിങ്ങളുടെ അപ്ലൈൻ ലീഡറുടെ സപ്പോർട്ടും സഹായവും ഒക്കെ നിങ്ങൾക്ക് തേടാം. എപ്പോഴും അപ്ലൈൻ ലീഡറുമായിട്ട് എന്ത് ചെയ്യുക, ഇപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാൽ പലരും അപ്ലൈൻ ലീഡർ അസോസിയേറ്റ്സിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കോള് പോലും അസോസിയേറ്റ് അപ്ലൈൻ ലീഡറെ വിളിക്കാറില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുന്ന സമയത്ത് വളരെ റിലേറ്റ് ചെയ്ത് കിട്ടുന്ന കുറെ ആളുകൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഡു ഇറ്റ് ദ റൈറ്റ് വേ. നിങ്ങൾ ഒരിക്കലും ഈ ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ബിസിനസ് ചെയ്യരുത്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നിങ്ങളുടെ ടീമിൽ എന്താണോ പ്രോസസ് നടക്കുന്നത്, ഹോം മീറ്റിങ്ങുകള്, വെൽനസ് ക്ലാസ്സുകള്, BOPകള്, NDOPകള്, LTPകൾ, ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം, മെഗാ ഇവന്റ്സ്, ഈ 5 പ്രോസസ് ആണ്. ഇതാണ് ഒരു സിസ്റ്റം. ഈ സിസ്റ്റത്തിലായിരിക്കണം ടീം എന്ത് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്. ആ ടീമിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിന്നു കൊടുക്കണം. ആ സമയത്ത് അറിയാതെ നിങ്ങൾ എന്ത് ചെയ്യും, ലീഡർഷിപ്പിലേക്ക് പോയിക്കോളും. അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു 90 ദിവസം കൊണ്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. ഫോളോ ദ സിസ്റ്റം. നിങ്ങൾ ആ സിസ്റ്റത്തിനെ ഫോളോ ചെയ്യണം. ഈ കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഉപകരിക്കും. നാളെ നിങ്ങൾ ഒരു ലീഡർഷിപ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ടീമിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റും. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഗ്ലാമറിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് കുടുംബ മഹിമയുടെ ആവശ്യമില്ല. ഉള്ളിൽ അടങ്ങാത്ത ഒരു ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി, നമുക്ക് ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റും. ആ വിജയിക്കുന്നതിന് ഈ 90 ദിവസത്തിനുള്ളിലുള്ള ഒരു 5 സ്റ്റെപ്പ് ഉണ്ട്. വളരെ സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞത് തന്നെ. ആദ്യം വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക, ഞാനിത് ഏറ്റെടുക്കും. തീരുമാനമാണ് നിങ്ങളുടെ ജീവിത വിജയം. പിന്നീട് എന്ത് ചെയ്യുക, സ്വയം പഠിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള പഠിച്ചതിന് ശേഷം പ്രിപ്പയർ ചെയ്യാം. ഞാൻ എത്ര മണിക്കൂർ ഒരു ദിവസം പണിയെടുക്കും? ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം 14 മുതൽ 16 മണിക്കൂർ വരെ പണിയെടുക്കുന്ന ആളുകൾക്കാണ് നല്ല രീതിയിലുള്ള വരുമാനവും ടീമും കിട്ടുക എന്നുള്ളതാണ്. പിന്നീട് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രവൃത്തി. നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി, നിങ്ങൾ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം നിങ്ങൾ ആക്ഷനിലേക്ക് പോകുക എന്നുള്ളതാണ്. നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ ആക്ഷൻ പാർട്ടിലേക്ക് പോകുന്നത്, ആ സമയത്താണ് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്റെ കൂടെ എത്ര പേരുണ്ട്, എന്റെ ജീനിയസിലും വിന്നേഴ്സിലും എത്ര ആൾക്കാരുണ്ട്, അവര് എത്ര പേര് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്, അവർക്ക് 7 ദിവസത്തിനുള്ളിൽ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ എത്രയുണ്ട്, അവർക്കൊരു ഗിഫ്റ്റ് അവാർഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ, അതിലൂടെ പിന്നീട് അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, അവരുടെ സ്കിൽ എന്താണ്, അവരെ BOP പ്രസന്റേഷനും വെൽനസ് പ്രസന്റേഷനും ഹോം മീറ്റിംഗ് എടുക്കാനും പഠിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ, അങ്ങനെയാണെങ്കിൽ അവർക്ക് വർക്ക്ഷോപ്പ് കൊടുക്കുക, അവന്റെ വരുമാനത്തെ കുറിച്ച് വിലയിരുത്തുക. ഇന്ന് എന്റെ വരുമാനം എത്രയാണ്, അടുത്ത കട്ട് ഓഫിൽ എന്റെ വരുമാനം എത്രയാണ്, ഈ മാസം എത്ര വാങ്ങണം, കഴിഞ്ഞ മാസം ഞാൻ എത്ര വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. ഈ കാര്യങ്ങളാണ് ഏതൊരു പുതിയ ആളും ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു പുതിയ ഒരു ടേക്ക് ഓഫിലേക്ക് പോവുകയാണ്. ഇന്നലെ വരെ നമ്മൾ എന്തോ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അതൊക്കെ അവിടെ എന്ത് ചെയ്തു, നമ്മൾ മാറ്റിവെച്ചു. ഇന്ന് മുതൽ നമ്മൾ പറക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. അങ്ങനെ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരുപാട് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് അറിവുകൾ നമുക്കുണ്ടാവും, മറ്റുള്ള ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത ഒരു അറിവ് കൂടിയുണ്ട്. നമ്മൾ ആദ്യം ഈ ബിസിനസ്സിലേക്ക്, മറ്റുള്ള എല്ലാ ബിസിനസ്സിലും ആളുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ അവഗണിക്കാൻ പഠിക്കണം. ഇഗ്നോർ ദ പീപ്പിൾ എന്നാണ്. ഏത് തരത്തിലുള്ള ആളുകളെ, നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന, ഡിസ്കറേജ് ചെയ്യുന്ന സുഹൃത്തുക്കളെ, ബന്ധുക്കളെയൊക്കെ തൽക്കാലം സ്നേഹത്തോടു കൂടി മാറ്റിവെക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റിയാൽ മാത്രമേ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റൂ. എങ്ങനെയാ ഇഗ്നോർ ചെയ്യുക? വെറുപ്പിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടാണോ? അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. നമ്മളൊരു കാര്യം പറയുമ്പോൾ 2 അർത്ഥത്തിലുണ്ടാവും. ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അവഗണിക്കുന്നതാണ്. അവഗണിക്കുന്നത് പലതരത്തിലുണ്ട് അല്ലെ? ദേഷ്യത്തോടെ അവഗണിക്കും, സ്നേഹത്തോടെ അവരെ അവഗണിച്ചുകൊണ്ട് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റണം. എല്ലാവരോടും സ്നേഹം മാത്രം. അങ്ങനെ എന്തുകൊണ്ട് അവഗണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വലിയ ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡസ്ട്രി ഏറ്റെടുത്തത് അല്ലെ? നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞു,
നിങ്ങൾ ഒരു ലഗേജ് എടുത്ത് കയറുന്ന സമയത്ത് ഒരു ഓട്ടോയിൽ കയറുമ്പോൾ ലഗേജ് എത്ര തൂക്കേണ്ടതെന്ന് ചോദിക്കാറില്ല. നിങ്ങൾ ട്രെയിനിൽ കയറുന്ന സമയത്ത് നിങ്ങൾ ലഗേജിന്റെ ഭാരം അളക്കാറില്ല. പക്ഷെ നിങ്ങൾ പറക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ലഗേജിന്റെ വെയിറ്റ് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തിട്ട് ആ ലഗേജ് മാറ്റി നിങ്ങൾ ഫ്രീ ആക്കിയിട്ടാണ് വിമാനത്തിലേക്ക് കയറ്റും അല്ലെ? അതേപോലെ ഒരു റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ ഓരോരോ പാർട്സുകളായിട്ട് എന്ത് ചെയ്യും? അതിന്റെ ഭാരം കുറച്ചുകൊണ്ട് മുകളിലേക്ക് പോകുന്തോറും ഭാരം കുറഞ്ഞു കുറഞ്ഞു വരും. നിങ്ങളുടെ ഭാരം ഇറക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഇൻഡസ്ട്രി തിരഞ്ഞെടുത്തു, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നുണ്ടാവുക നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. അവരെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അവരെ പ്രോഗ്രാം ഹാളിലേക്ക് എത്തിക്കണം. അവരുടെ അച്ചീവേഴ്സ് എവിടെയൊക്കെ ഉണ്ടോ, അവിടെ ആദരിക്കപ്പെടുന്ന ചടങ്ങുകളുണ്ട്, അവിടെയൊക്കെ നിങ്ങളുടെ കുടുംബത്തെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ വരുന്നില്ല എങ്കിൽ അവരെ തൽക്കാലം അവരെ എന്ത് ചെയ്യണം? മാറ്റി നിർത്തിക്കൊണ്ട് ഈ ബിസിനസ് മാറ്റി നിർത്തുക വെച്ചാൽ ഒഴിവാക്കുക ഉപേക്ഷിക്കുക എന്നല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് എനിക്കൊരു 3 വർഷം സമയം വേണം, ഞാൻ ഈ ബിസിനസ്സിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരു ചങ്കുറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വലിയ വിജയങ്ങളിലേക്ക് പോകാൻ പറ്റും. പിന്നെ കുറെ ആളുകളുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായ നാട്ടുകാരെ ആളുകളൊക്കെ നിങ്ങളോട് പറയും അയാൾ പരാജയപ്പെട്ടാണ്, അയാൾ പണ്ട് ഇവിടെ പോയി കടമായതാണ്, അത് നശിച്ചതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ ഇൻഡസ്ട്രി വിജയിക്കില്ല എന്ന് പറയും. ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകണം. 95% പരാജയപ്പെട്ടവരും 5% വിജയിച്ച ആൾക്കാരുള്ള ഒരു ഇൻഡസ്ട്രിയുടെ പേരാണ് ഡയറക്ട് സെല്ലിംഗ്. ആ 5%ത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ പ്രോപ്പറായിട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്താൽ മതി. റോങ് ആയിട്ട് വർക്ക് പാറ്റേൺ ഉണ്ടാക്കിയ ആളുകളാണ് പരാജയപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി അവർ ഇവരെയൊക്കെ എന്ത് ചെയ്യാം അവഗണിക്കുക. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഈ ഒരു ബയോട്ടോറിയം പ്രോജക്റ്റ് ഏറ്റെടുത്ത് പോകുന്ന സമയത്ത് മറ്റുള്ള MLM കമ്പനീന്റെ ആളുകളെ നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് വരുമാനം വന്നു തുടങ്ങുന്നു, നിങ്ങൾ ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ പിന്നാലെ കുറെ ആൾക്കാർ കൂടും. കാരണം കിണറ്റുന്ന മീനെ പിടിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലെഗ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങളെ വന്ന് നിരന്തരം ശല്യം ചെയ്യും, നിങ്ങളെ വന്ന് നിരന്തരം മോട്ടിവേറ്റ് ചെയ്യും, അവരുടെ വരുമാനം കാണിച്ചു തരും. മേ ബി നിങ്ങൾക്ക് അത്ര വരുമാനം ഉണ്ടാവില്ല, നിങ്ങൾ മാറി ചിന്തിക്കും. നിങ്ങളൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഒരു 3 വർഷം ഇതിനു വേണ്ടി 1000 ദിവസം ഇതിനു വേണ്ടി 100% ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഏത് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ നിങ്ങൾക്ക് വിജയിക്കാം. പക്ഷെ ബയോട്ടോറിയത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് ബയോട്ടോറിയം ചെയ്യുകയാണെങ്കിൽ ബയോട്ടോറിയത്തിൽ മാത്രം നിൽക്കുക, വേറെ കമ്പനിയിൽ ബിസിനസ് ചെയ്യാനോ അവരുടെ പ്ലാന് കേൾക്കാനോ പോകാൻ പാടില്ല എന്നതാണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ 68 രൂപ 20 പൈസ ഒരു PVക്ക് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ വേറെ ഇല്ല. അത്രയും വലിയ വരുമാനം 37,80,000 രൂപ നല്ലൊരു കസ്റ്റമർ ബാക്കപ്പ് ഉണ്ടെങ്കിൽ റീപർച്ചേസിലൂടെ വാങ്ങാൻ പറ്റുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ ഇല്ല. നിങ്ങൾ വന്ന് കാണുന്ന ആളുകൾ ആഴ്ചക്ക് 6,000 വാങ്ങാം, അല്ലെങ്കിൽ ആഴ്ചക്ക് 2 ലക്ഷം 10,000 വാങ്ങാം എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അവരോട് തിരിച്ച് ചോദിക്കാൻ പറ്റണം, അല്ലെങ്കിൽ തിരിച്ച് പറയാൻ പറ്റണം, എന്റെ കമ്പനിയുടെ പ്ലാൻ ഇതാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏറ്റെടുത്താൽ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു 3 വർഷം കൊണ്ട് ഇന്ന് നിങ്ങൾ ആ കമ്പനിയിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് നിങ്ങൾ കമ്പനിയിൽ ഉണ്ടാക്കിയ വരുമാനം 1 വർഷം കൊണ്ട് നേടാൻ പറ്റും എന്ന് പറയാനുള്ള ചങ്കുറപ്പും ധൈര്യവും നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ തരത്തിലായിരിക്കണം നമ്മൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും. ആളുകളെ ജോയിൻ ചെയ്യുന്ന രീതിയൊക്കെ നമുക്കറിയാം. നമുക്ക് ആകെ വേണ്ടത് ഈ ഇൻഡസ്ട്രിയെ കുറിച്ചും ഈ ബിസിനസിനെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് ആണ്. ഇത് കമ്പനിയുടെ പ്രൊഫൈല്, പ്രൊഡക്റ്റ്, പ്ലാൻ, ഇൻഡസ്ട്രി, ലീഡേഴ്സ്, ടീം, സെൽഫ്, ഈ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രി ലീഗലാണ് നമുക്കറിയാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 2025 കഴിയുമ്പോഴേക്കും ഇന്ത്യയിൽ ഏറ്റവും ബൂമായി വരുന്ന, ഏറ്റവും ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന ഒരു ഇൻഡസ്ട്രി, മറ്റുള്ള എല്ലാ ഇൻഡസ്ട്രികളെയും പിന്തള്ളിക്കൊണ്ട് അല്ലെ, ഇനി അങ്ങോട്ട് ഈ 25 കഴിയുമ്പോഴേക്ക് യൂത്തിനെയും സ്ത്രീകളെയും ഏറ്റവും കൂടുതൽ എംപവർ ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പഠനങ്ങൾ പറയുന്നത്. അതിന്റെ തുടക്കങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക ചെറുപ്പക്കാരും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ടീമിൽ എത്ര ആൾക്കാരുണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? വിലയിരുത്തണം. ഇനി നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ MBAയും ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന, പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് പണി കിട്ടാതെ തേരാപ്പാറ നടക്കുന്ന കേരളത്തിൽ തേങ്ങയേക്കാൾ കൂടുതൽ ബിരുദമുണ്ട് എന്ന് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ, തേങ്ങയേക്കാൾ കൂടുതൽ തേങ്ങ ഇപ്പൊ ഇല്ല. നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നൊക്കെ തേങ്ങ വരുന്നത്. പക്ഷെ ബിരുദവും ബിരുദാനന്തര ബിരുദവും കിട്ടി തേരാപ്പാറ നടക്കുന്ന ഒരുപാട് ആളുകൾ, ഇന്ന് മറ്റു പല മാർഗങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് യൂത്ത് നമുക്കുണ്ട്.
അവരുടെ യൂത്ത് അല്ലെ, അവരുടെ യുവത്വം നഷ്ടപ്പെടുന്നതിന് മുന്നേ നമുക്ക് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ സാധിക്കണം. അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നിങ്ങൾ 21ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും മഹത്തായ ഒരു ഓപ്പർച്യൂണിറ്റി ഡയറക്ട് സെല്ലിംഗ് ആണ്. ആ ഡയറക്ട് സെല്ലിംഗ് എന്തിന് നിങ്ങൾ ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങളുടെ യൂത്ത് ഏജ് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഇൻഡസ്ട്രിയേ ഉള്ളൂ എന്ന് APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ആദ്യം കടമെടുത്ത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ സാധിക്കണം. ഏറ്റവും കൂടുതൽ പഠനങ്ങൾ പറയുന്നത് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ എംപവർ ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രി കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി 2021 അല്ലെ 100% ലീഗലായി നിയമത്തിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു. അതേപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിലാണ് നമ്മുടെ ഈ ഇൻഡസ്ട്രി ഉള്ളത്. കേരളത്തിൽ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ അണ്ടറിലാണ് ഉള്ളത്. കേരളത്തിൽ എന്ത് ചെയ്തു, മോണിറ്ററിംഗ് മെക്കാനിസം ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഒരാളെ സമീപിക്കാൻ. ഇതിന്റെ എക്സ്പാൻഷൻ പറയുന്നത് പണ്ട് കാലങ്ങളിൽ ടൗണിലായിരുന്നു ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൂടുതൽ വളർന്നതെങ്കിൽ ഇപ്പോ അത് റൂറൽ ഏരിയകളിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഇതിന് ഏറ്റവും വലിയ ഗ്രോത്ത് കാണിക്കുക. അതിൽ തന്നെ കൂടുതലും സ്ത്രീകളായിരിക്കും. അതിൽ പ്രൊഡക്റ്റ് ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് പ്രൊഡക്റ്റുകളായിരിക്കും ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കാൻ പോകുന്ന പഠനങ്ങൾ പറയുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് വെൽനസ് കാറ്റഗറിയിലെ പ്രൊഡക്റ്റുകളാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവുക. ഒരുപാട് യുവ സംരംഭകരെ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അത് കേൾക്കുന്ന സമയത്ത് പ്രായം കൂടിയ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂടെ യുവത്വമുള്ള കുറെ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അവർ കൊണ്ടുപോയിക്കോളും നിങ്ങളുടെ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റുക. നമ്മൾ ഏത് ചെറുപ്പക്കാരെടുത്തും ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പറയാൻ, കാരണം അവർക്കൊന്നും മുട്ടുവേദന ഇല്ല, വെരിക്കോസ് ഇല്ല, BP ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല. അവരുടെ ആവശ്യം പണമാണ്. നിങ്ങൾക്ക് ആവശ്യം രോഗിയും. അതിന്റെ ഒരു തമ്മിലുള്ള ഒരു പൊരുത്തക്കേടാണ് ഇന്നത്തെ ഒരു ഗ്രോത്ത് റേറ്റ് കുറയുന്നത്. നിങ്ങൾ പ്രൊജക്ട് പറഞ്ഞു തുടങ്ങണം. പ്രൊജക്ട് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമ്മളിലേക്ക് ആള് വരും. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ WFDSA പറയുന്നത് ലോകത്താകമാനം 74% എന്തുണ്ട്, സ്ത്രീകളാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ 53% മാത്രമേ ഉള്ളൂ. ഈ ഒരു വർഷം കഴിയുമ്പോഴേക്ക് അത് 65% എത്തുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മൾ കേരളത്തിൽ ഇതൊരു 80% എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് റീറ്റെയിൽ പ്രോഫിറ്റും റീപർച്ചേസ് വരുമാനവും എത്താൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഞാൻ ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ഗവൺമെന്റ് വിജ്ഞാപനം ലീഗലാക്കിയിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഫെബ്രുവരി മാസം തിരുവനന്തപുരത്ത് നടന്ന ഡയറക്ട് സെല്ലിംഗ് മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ നടത്തുന്ന ഫോട്ടോ. എല്ലാ രാഷ്ട്രീയ പാർട്ടി യൂണിയനുണ്ട്. കമ്പനിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇന്ന് ഏതൊരു ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ഒരാൾക്കും അഭിമാനത്തോടു കൂടി ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കമ്പനി eBay-Torrent. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും, കസ്റ്റമർ കെയർ ആൻഡ് ഹെൽപ്പ് സെന്റർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് കൊറി ഉണ്ടെങ്കിൽ ഇടാൻ പറ്റുന്ന സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞ ഉടനെ തന്നെ ഒരു കൊറിയർ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തൊരു കമ്പനിയാണ് eBay-Torrent. ലീഗലായിട്ട് എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും പറയുന്നു. നിങ്ങൾ കമ്പനിയുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി കിട്ടുന്ന ഒരു കമ്പനി. കമ്പനിക്ക് നമ്പർ ഉണ്ടാവില്ല, നമ്പർ നോട്ട് റീച്ചബിൾ എന്നൊക്കെ പറയാം പല കമ്പനിയുടെ. നിങ്ങൾക്ക് മെയിൽ ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഇവിടെ കാണുന്നുണ്ട്. കാരണം ഏതൊരാൾക്കും ഈസിയായി ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. കമ്പനി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ വിസിറ്റ് ചെയ്യണം. eBay-Torrent നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ നാനോ ടെക്നോളജിയിലും മാഗ്നറ്റിക് തെറാപ്പിയിലും ഡോക്ടറേറ്റ് എടുത്ത ഇന്ത്യയിൽ അറിയപ്പെടുന്ന 4800ഓളം സോഫ്റ്റ്വെയർ 1998 മുതൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഡോക്ടർ സാഗർ ജോഷി. അദ്ദേഹത്തിന്റെ വിഷനും മിഷനും ഒക്കെ ഓൾറെഡി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ 2030 ആകുമ്പോഴേക്കും 1000-ലധികം കോടീശ്വരന്മാരെ ഇന്ത്യയിലേക്ക് സൃഷ്ടിച്ചുകൊണ്ട് ഏകദേശം 2 കോടിക്ക് മുകളിൽ ആളുകളിലേക്ക് ആരോഗ്യവും സമ്പത്തും എത്തിക്കുമെന്ന് എഴുതി തയ്യാറാക്കിയ വിഷനും മിഷനുമുള്ള ഒരു MD. അദ്ദേഹത്തിന്റെ കമ്പനി മുംബൈയിലാണ് ഹെഡ് ഓഫീസ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. കമ്പനിയുടെ ദാദറിലുള്ള കോർപ്പറേറ്റ് ഓഫീസ് കാണാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ പോകണം. ഈ കമ്പനിയിലേക്ക് ഞാനും എന്റെ അപ്ലയൻസും കൂടെ പോയ ഒരു ഫോട്ടോ ആയിരുന്നു. നിങ്ങൾക്കും ഇതുപോലെ പോകാൻ പറ്റണം, പോകണം, MD-യെ നേരിട്ട് കാണണം. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോസ് ഒക്കെ
എന്താണ് ഈ കമ്പനി അവിടെ ഉണ്ടെന്നും കമ്പനിയിൽ ഞങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നും ഈ കൂട്ടത്തിൽ പോയ ആളുകളൊക്കെ ഒന്ന് ആ ചാറ്റ് ബോക്സിൽ എന്താ പറയാ ഒരു തമ്പോ അല്ലെങ്കിൽ ഞാനും പോയിട്ടുണ്ട് എന്ന് എഴുതിയിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള പുതിയ ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ആവും. ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് പ്രൊഡക്റ്റുകൾ, മാഗ്നറ്റിക് തെറാപ്പി, അതിന്റെ പെയിൻ റിലീഫ് അല്ലെ പ്രൊഡക്റ്റുകൾ, അൾട്രാവറി ജ്യൂസ്, മോർ പവർ, പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ്, ഗീ, സോപ്പ്, അങ്ങനെ ഏകദേശം ഒരു 90-100ഓളം പ്രൊഡക്റ്റുകൾ ഇപ്പോൾ നമ്മൾ നിലവിലുണ്ട്. റീപർച്ചേസ് പ്ലാന്, കമ്പനിയുടെ ബിസിനസ് പ്ലാൻ, ഇതൊന്നും ഞാൻ പറയാത്ത ഇതൊക്കെ ബൈഹാർട്ടാക്കിയിരിക്കുന്ന ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. നോമിനേഷൻ ഫെസിലിറ്റി, വേൾഡ് ടൂർ പാക്കേജ്, ദുബായിലേക്കും തായ്ലാൻഡിലേക്കും പോകാൻ പറ്റും. ഇൻകം പ്ലാൻ ആണെങ്കിൽ അതിലും സൂപ്പർ. 29,450 1 ഇയർ വാങ്ങാൻ പറ്റുന്ന മദർ ഇൻകവും, 3 ലക്ഷം വാങ്ങിക്കഴിഞ്ഞാൽ തായ്ലാൻഡിലേക്ക് ടൂർ പോകാൻ പറ്റുന്ന ഒരു ടൂർ ട്രിപ്പും, 37,80,000 രൂപ വാങ്ങാൻ പറ്റുന്ന ഒരു റീപർച്ചേസ് ബോണസും, ഒരു PB മേച്ച് ചെയ്ത് കഴിഞ്ഞാൽ 630 രൂപ കിട്ടും. നമുക്ക് നല്ല ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നില്ലെങ്കിലും ചെയ്യാത്തവരുമായ ഒരു പറ്റം ആളുകളെ നമ്മുടെ ജീനിയസിലും വിന്നേഴ്സിലും ഐഡിയ അടിച്ചാൽ മതി. ആമസോണും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഐഡിയ രജിസ്റ്റർ പോലെ അവരോട് പറയാ, നിങ്ങൾക്ക് ഒരു ഐഡിയ അടിച്ചു കഴിഞ്ഞാൽ 3000 ജ്യൂസ് 1600 വീട്ടിലേക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ആരും ഐഡിയ അടിക്കും. ആ ഐഡിയ അടിച്ച ആളുകളെ റീപർച്ചേസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക. പിന്നീട് അവർക്ക് പേയ്മെന്റും പേഔട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ വന്ന് 90 ദിവസം 90 ദിവസം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ആളുകൾ നമ്മുടെ തെലുങ്ക് പടത്തിൽ RRRന്റെ ആ പടത്തിന്റെ പേര് പോലെ റീറ്റെയിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ആദ്യം. കാരണം നമുക്ക് ഈ 90 ദിവസം നിലവ് കിട്ടിയ വരുമാനത്തിന് ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യുന്ന സമയത്ത് നിലവ് കിട്ടിയ വരുമാനം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യുക. 2000 രൂപക്ക് 3 മോർ പവർ കിട്ടുമ്പോൾ ഒരു 30 ഗ്രാമിന്റെ ബോട്ടിൽ 1500-1300 രൂപക്ക് നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റും. ഒരു അൾട്രാ പറയും 1600 രൂപ കിട്ടുന്ന സമയത്ത് 3000 രൂപ കൊടുക്കുമ്പോൾ 1400 രൂപ പ്രോഫിറ്റ് കിട്ടും. ഞാൻ നേരത്തെ കാണിച്ച പിക്ചറിലുള്ള ആളുകളൊക്കെ ഒരു ദിവസം വാങ്ങുന്ന കൂലി അല്ലെങ്കിൽ ഒരു മാസം വാങ്ങുന്ന ശമ്പളം നിങ്ങൾക്ക് ഇവിടെ 1-2 പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്താൽ കിട്ടുന്ന ഒരു അവസരം ഇവിടുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. പിന്നീട് എന്ത് ചെയ്യുക, റീപർച്ചേസ് ചെയ്യുന്ന ഒരു കൾച്ചർ നമ്മൾ ടീമിൽ ഡെവലപ്പ് ചെയ്യണം. ഈ റീപർച്ചേസും റീറ്റെയിലിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ടീമിലേക്ക് ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടും. റിക്രൂട്ട്മെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ഉണ്ടാവില്ല ഡയറക്ട് സെല്ലിങ്ങിൽ. ഇന്ന് മുതൽ ഈ മാസം റിക്രൂട്ട്മെന്റ് മന്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ടീമും ഏറ്റെടുക്കണം. ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടത്താൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ഹോം മീറ്റിംഗ് നടത്തുന്ന ടീമിലായിരിക്കും. കണ്ടെത്താൻ പറ്റുന്ന ഒരു മേഖല നമ്മൾ എന്ത് ചെയ്യണം, അവരെ കണ്ടെത്താൻ പറ്റുന്ന ഒരു അവസ്ഥ. കാരണം നിങ്ങളെ കൂടെ ആര് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുക, ഒരു മുൻവിധി ഇല്ലാതെ. കാരണം അവര് ത്രൂ ആയിരിക്കും ഒരു മനോജ് സാറും ഒരു ഷാജി സാറും ഒരു ഡാനി സാറും ഒരു ബീന മേഡവും ഒരു മിനി മേഡവും അതേപോലെ സത്യൻ സാറും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവാം, വിഷ്ണു സാർ, വിപിൻ സാർ. കാരണം ആരാണ് നിങ്ങൾക്ക് ഒരു ഡയമണ്ടിനെ കൊണ്ടുതരുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു മുൻവിധി ഇല്ലാതെ ആളുകളെ റിക്രൂട്ട് ചെയ്യാം. നിങ്ങളുടെ കൈ അകലത്തിലുള്ള എല്ലാവരോടും പ്ലാൻ പറയാം. യാത്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് സാറേ എന്തെങ്കിലും പറഞ്ഞിട്ട് അവരുടെ നമ്പർ വാങ്ങിച്ചിട്ട് പിന്നീട് അവരെ വിളിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈനെ കൊണ്ട് വിളിപ്പിച്ച് അവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ ഇന്ന് മുതൽ കുറച്ചും കൂടി ഊർജ്ജസ്വലമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് കിട്ടുന്ന റേറ്റും നിങ്ങൾക്ക് സൈറ്റ് നോക്കി അറിയാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയത് ഒരു 30% മുകളിലോട്ട് റീറ്റെയിൽ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണ് ഈ ബയോട്ടോറിയം. 3-3.5 കോടിക്ക് മുകളിൽ വരുമാനം നേടിയ മനോജ് സാറ് നമ്മളെ നയിക്കാനുള്ള സമയത്ത് കൂടെ വന്ന് ഡാനി സാർ 1 കോടിക്ക് മുകളിൽ വരുമാനം നേടി. ഷാജി സാറും ബെന്നി സാറും ഇമ്മീഡിയറ്റ് ക്രോർപതി ലീഡേഴ്സ് ആയിട്ട് മാറാൻ പോകുന്നു. എന്ന് വെച്ചാൽ ടീം വളരുന്നു, നമ്മൾ വളരുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ വേണ്ട. വളരെ സിമ്പിൾ ആണ്. ബേസിക് ആയിട്ടുള്ള നോളജ് വേണം നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്. എന്തിനാണ് ആ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ മതി. അതിന്റെ സയൻസ് ഒന്നും ആരും പഠിക്കണ്ട, അതിന്റെ ആവശ്യമില്ല. അത് പഠിച്ചിട്ടല്ല മനോജ് സാർ ബിസിനസ് ചെയ്തത്. നിങ്ങൾക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നിങ്ങൾ മെല്ലെ മെല്ലെ നിങ്ങൾ ആളുകളെ മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ല് പഠിച്ചെടുക്കണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ് കൾച്ചർ എംബ്രേസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളൊരു ബിസിനസ് കൾച്ചറിലേക്ക്, നിങ്ങളിപ്പം റീറ്റെയിൽ ചെയ്യുന്ന ഒരു കൾച്ചറിൽ നിന്ന് മാറി
ഒരു ബിസിനസ് കൾച്ചറിലേക്ക് നിങ്ങൾ മാനസികമായി മാറിക്കഴിഞ്ഞാൽ ഏറ്റവും ഉദാത്തമായ ഒരു ബിസിനസ്സാണ് നിങ്ങളിലേക്ക് കിട്ടിയത്. മറ്റുള്ളവരുടെ സമയവും മറ്റുള്ളവരുടെ കഴിവും മറ്റുള്ളവരുടെ എഫേർട്ടും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസും നമ്മുടെ ബിസിനസ് ആക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഒരു 5 പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ മറ്റുള്ളവരുടെ സമയവും മറ്റുള്ളവരുടെ കഴിവും മറ്റുള്ളവരുടെ എഫേർട്ടും മറ്റുള്ളവരുടെ എക്സ്പീരിയൻസും എൻകാഷ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് പണമാക്കി മാറ്റാൻ പറ്റുന്ന ലോകത്തിലെ ഏക ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ്. അതുകൊണ്ട് തന്നെയാണ് ദ വേ ടു ബി റിച്ച് ഈസ് ടു അപ്ലൈ ദ ലോ ഓഫ് ലിവറേജ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും ലീസ്റ്റ് ആയ എഫേർട്ടിലൂടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള വരുമാനം നേടാൻ പറ്റുന്ന ഏത് കാര്യത്തിനും നമ്മൾ ലിവറേജ് എന്ന് പറയും. നമുക്ക് നമ്മുടെ കൂടെ വന്ന ആളുകളുടെ വരുമാനം ഉറപ്പിക്കുക. എപ്പോഴും ചെയ്യേണ്ട കാര്യം, ഇതുവരെ നമ്മൾ ആരുടെ കൂടെയാണോ നടന്നത് അവരുടെ കൂടെ തന്നെ അടുത്ത 10 വർഷം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങളെപ്പോലെ വിഷനുള്ള ഒടുങ്ങാത്ത ആഗ്രഹമുള്ള, നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മുടെ ചുറ്റും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ബിസിനസ്സിൽ ഈ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആരുടെ കൂടിയാണ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 പേരുടെ ഏവറേജ് ആയിരിക്കും നിങ്ങളുടെ ലൈഫ്. തൽക്കാലം ഒരു 3 മാസത്തേക്കൊക്കെ ഒന്ന് മാറ്റിവെച്ച് വളരെ പോസിറ്റീവായ ആളുകളുടെ കൂടെ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ അപ്ലൈൻ ലീഡറായിട്ട് ഇന്ന് തന്നെ ഇരിക്കുക. എന്താണ് ഇതിന്റെ സിസ്റ്റം? ഇനി അപ്ലൈൻ ലീഡർക്ക് അറിയില്ലെങ്കിൽ അതിന്റെ തൊട്ട് മുകളിലുള്ള ആരാണ് ആക്റ്റീവ് ലീഡർ അദ്ദേഹത്തിനെ വിളിച്ച് എനിക്ക് ഒന്ന് ലിസ്റ്റ് എഴുതാൻ പഠിപ്പിച്ചു തരണം എന്ന് പറയാം. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇതാണ് ഒരു 6 സ്റ്റെപ്പ് നടന്നത്. ലിസ്റ്റ് പഠിപ്പിച്ചു തരാൻ പറയാ. ലിസ്റ്റ് ഒരു മുൻവിധി ഇല്ലാത്ത ലിസ്റ്റ്, എല്ലാ ദിവസവും നീളുന്ന ലിസ്റ്റിനെ കുറിച്ചൊക്കെ ഇവിടെ എല്ലാവരും ക്ലാസ് എടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ കണ്ട ലിസ്റ്റ് എഴുതിയ ആളുകളെ ക്ഷണിക്കാൻ പഠിക്കുക എന്നതാണ്. ആദ്യത്തെ ഒരു 10 ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അപ്ലൈൻ ലീഡറെ കൂട്ടിപ്പോകുക. പിന്നീട് നിങ്ങൾ അത് പഠിച്ചെടുത്ത് നിങ്ങൾ സ്വയം ചെയ്യുക. ഒരു ഹോം മീറ്റിംഗിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് ഒരിക്കലും മാഗ്നറ്റിക് തെറാപ്പിയാണ്, കിടക്കയാണ്, കൈ കെട്ടുന്നതാണ്, വെള്ളം കുടിക്കുന്നതെന്ന് പറയാതെ അവർക്കൊരു ക്യൂരിയോസിറ്റി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, അവരോട് പറയാ നാച്ചുറൽ സ്ലീപ്പ് ബയോമാഗ്നറ്റിക് തെറാപ്പി ഇറങ്ങിയിട്ടുണ്ട് നാട്ടില്. അവർ ഇന്ന് വരെ കേൾക്കുന്നത് പേര്. അവർ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മളെ വീട്ടിലേക്ക് വരണം. അതും ഏറ്റവും അടുത്തുള്ള 5 പേരെ വിളിക്കരുത്, എപ്പോഴും കുറച്ച് ദൂരെയുള്ള ആളുകൾ വിളിക്കുക. ഒരു ഫ്രീ ഡെമോ ഉണ്ട് എന്റെ വീട്ടിൽ, അതൊന്ന് കാണാൻ വേണ്ടി ഞാൻ തന്നെ ക്ഷണിക്കുന്നു. അതേപോലെ സംസാരിക്കുന്ന സമയത്ത് ഇതെല്ലാവർക്കും ഉള്ളതല്ല, ഞാൻ നിന്നെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ അവർക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടും. ആ തരത്തിൽ എന്ത് ചെയ്യുക, ഹോം മീറ്റിംഗ് നടത്തുക. ഹോം മീറ്റിംഗ് നടത്തി കഴിഞ്ഞ് പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ അപ്ലൈൻ പ്രസന്റ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പഠിക്കണം. ആ പഠിക്കുന്ന രീതി നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ അപ്ലൈൻ ലീഡറായിട്ട് ഇരുന്ന ഒരു വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കഴിവില്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു ആർട്ടാണ്, ഒരു കലയാണ്. എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചെടുക്കുക. സിമ്പിൾ ആണ്. നിങ്ങൾ ഹൃദയം കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോ അപ്പ് ഉണ്ടാവും. നിങ്ങൾ നിങ്ങളെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളുടെ കസ്റ്റമറെയും പ്രോസ്പെക്ടിനെ ഒരു മെറ്റീരിയൽ ആയിട്ട്, ഒരു ഫാമിലി ബോണസ് കിട്ടാനുള്ള ഒരു വസ്തുവായിട്ട് കാണുന്ന സമയത്താണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. അതൊരു മനുഷ്യനാണ് എന്ന് ചിന്തിക്കുന്നു, അന്ന് മുതൽ നിങ്ങളുടെ ഫോളോ അപ്പ് കുറേയും കൂടി ഈസിയാവും. 5-മത്തത് സെയിൽസ് ക്ലോസിംഗ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ്. എന്ത് ചെയ്യുക, സ്കില്ല് കുറവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ട്രെയിനിങ്ങിന് നിങ്ങളുടെ അപ്ലൈൻ ലീഡറോട് അങ്ങോട്ട് നിർദ്ദേശിച്ചിട്ട് പഠിച്ചെടുക്കുക. സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ഒരു മാറ്റമാണ് സെയിൽസ്. അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമെങ്കിലും നമുക്കത് അവിടെ അവരുടെ മനസ്സൊന്ന് മാറ്റാൻ പറ്റിയാൽ, അവരുടെ വേദന മനസ്സിലാക്കാൻ പറ്റിയാൽ എന്ത് ചെയ്യണം, നമുക്ക് ഏറ്റവും നല്ല സെയിൽസ്മാൻ ആകാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് പ്രൊഡക്റ്റ് ലിസ്റ്റ് ഉണ്ടായിരിക്കണം, പ്രൈസ് ലിസ്റ്റ് ഉണ്ടായിരിക്കണം, പ്രൊമോഷൻസ് എന്തെങ്കിലും അതുണ്ടായിരിക്കണം, സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതുണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെ കയ്യിലുണ്ട്. ബ്രോഷർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നോട്ടീസ് ഉണ്ടാവും, വാട്സപ്പിൽ ടൂൾസ് ഉണ്ടാവും. നമ്മുടെ ടൂൾസ് മീൻസ് വീഡിയോസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും അല്ലെ. സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റിസ്റ്റ് ബാൻഡ് അല്ലെങ്കിൽ വാട്ടർ എനർജി പാഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പ്രൊഡക്റ്റിന്റെ അറ്റ്ലീസ്റ്റ് അൾട്രാവറിന്റെ ബോട്ടിൽ ഇല്ലെങ്കിലും ഒഴിഞ്ഞ കവറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബാഗിൽ വെക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞ പോലെ ആലി ചന്തക്ക് പോയത് പോലെ ഒരു കഥയുണ്ട്. ആ കഥ ഞാൻ പിന്നീട് സമയം പോലെ കിട്ടുമ്പോൾ പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങരുത്. നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇന്ന് മുതൽ തയ്യാറാകണം.
മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും സാമ്പത്തികമായിട്ടാണോ ശാരീരികമായിട്ടാണോ അയാളുടെ അസ്വസ്ഥത അത് മനസ്സിലാക്കാൻ എംപതൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സെയിൽസ്മാൻ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ നമ്മളോട് പറയുന്ന ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതിനാണ് നമുക്ക് പ്രൊഡക്റ്റ് നോളജും കമ്പനിയെ കുറിച്ചുള്ള നോളജ് ഒക്കെ വേണം പറയുന്നത്. അത് എക്വയർ ചെയ്യാനാണ് ആദ്യത്തെ 90 ദിവസം നിങ്ങൾ ചെലവഴിക്കേണ്ടത്. പിന്നീട് ഹോം മീറ്റിംഗ്, NDOP, RTP ഒക്കെ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ടീമിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരും. ഹോം മീറ്റിങ്ങുകൾ എല്ലാ ആഴ്ചയും ഒരു 4 ഹോം മീറ്റിംഗെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. ഈ പുതിയ ആൾക്കാരുടെ പറയുന്നത് കാരണം അപ്ലൈന്റെ ആവശ്യമല്ല, നിങ്ങളുടെ ലീഡേഴ്സിന്റെ ആവശ്യമല്ല, സാഗർ ജോഷി സാറിന്റെ ആവശ്യമല്ല ഹോം മീറ്റിംഗ് നടക്കേണ്ടത്. ഹോം മീറ്റിംഗ് നടത്തേണ്ടത് എന്റെ ആവശ്യമാണ്. ഞാൻ എന്റെ ലീഡർ അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഇന്ന് ഈ പ്രോഗ്രാം വിട്ടു പോകാൻ വേണ്ടിയിട്ട്. വളരെ ഈസിയായി പല സ്ഥലങ്ങളിൽ ഹോം മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ കൂടുതൽ സെയിൽസ് കിട്ടും, കൂടുതൽ വരുമാനം കിട്ടും, കൂടുതൽ ടീം മെമ്പേഴ്സിന് കിട്ടും, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ആകും. 10 ഹോം മീറ്റിംഗിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ 11ാമത്തെ ഹോം മീറ്റിംഗ് നിങ്ങൾ ഒറ്റക്കെടുക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും, നിങ്ങളുടെ പെർഫോമൻസ് കൂടും, നിങ്ങൾ മെല്ലെ മെല്ലെ BOP എടുക്കുന്ന ആളുകളായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഹോം മീറ്റിംഗ് എന്ത് ചെയ്യുക, ഇന്ന് മുതൽ ഈ 31 വരെ എല്ലാ ദിവസവും ഒരു ഹോം മീറ്റിംഗ് ഞാൻ നടത്തും എന്ന് പറയുവാനും പ്രവർത്തിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ഒറ്റക്കായിരിക്കാം. മൂവ് ഫ്രം വൺ സിംഗിൾ ലീഡർ ടു എ ടീം ഓഫ് ലീഡേഴ്സ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കൂട്ടം ലീഡേഴ്സ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇന്നു മുതൽ തുടങ്ങണം. എന്നും നിങ്ങളുടെ ടീം ഇതേപോലെ ആയിരിക്കണം. സിംഹ കൂട്ടങ്ങളുടെ ഒരു ടീമായിട്ട് നിങ്ങളുടെ ടീം മാറണം. ഓരോ ആളുകളും ഒരു രാജാവായിട്ട് ആ ഒരു രീതിയിലേക്കുള്ള ഒരു ടീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടീം വർക്കിലൂടെ മാത്രമേ വലിയ വിജയങ്ങളിലേക്ക് പോകാൻ പറ്റൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. മനോജ് സാറിന്റെ ധൈര്യം എന്ന് പറയുന്നത് മനോജ് സാറിന്റെ ടീമാണ്. ഡാനി സാറിന്റെ ധൈര്യം എന്ന് പറയുന്നത് ഡാനി സാറിന്റെ ടീമാണ്. അഭിലാഷ് സാറിന്റെ ധൈര്യം അഭിലാഷ് സാറിന്റെ ടീമാണ്. പവിത്രൻ സാറിന്റെ, ചന്ദ്രൻ മാഷിന്റെ, ശോഭ മാഡത്തിന്റെയും ഷാജി സാറിന്റെ ഒക്കെ ധൈര്യം എന്ന് പറയുന്നത് അവരുടെ ടീമാണ്. ഈ ഇരിക്കുന്ന, ഞാൻ പേരെടുത്ത് പറയാൻ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മിനിമേഡ് ആണെങ്കിലും ബെന്നി സാർ ആണെങ്കിലും ഇവർ ഇന്നലെ നമ്മളോട് സംസാരിച്ച യുവൻ സാർ ആണെങ്കിലും, ഇവരൊക്കെ ഒരു ധൈര്യം അല്ലെ കോൺഫിഡൻസ് ഉള്ള ടീമാണ്. അപ്പൊ ആ ടീമിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. എപ്പോഴും നമ്മൾ ഒരു ടീമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമാണ് വലിയ വിജയങ്ങളിലേക്ക് പോകും. എന്തിന് ഇത് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ സെഷൻ അവസാനിപ്പിക്കുകയാണ്. 75 വയസ്സ് വരെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു ആയുസ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ 40 കഴിഞ്ഞ ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 7300 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിൽ 8 മണിക്കൂർ കിടന്നുറങ്ങിയും 8 മണിക്കൂർ കുടുംബത്തിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഒരു 8 മണിക്കൂറാണ് ഇനി ജോലി ചെയ്യാനും വരുമാനം ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള ദിവസങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ 2433 ദിവസം നിങ്ങളുടെ മുന്നിൽ. ഈ 2433 ദിവസത്തില് നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെയും നിങ്ങളുടെ ഭാവി കുടുംബത്തിന്റെയും നിശ്ചയിക്കുന്നത്. ഈ കണക്കൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ സൂം കഴിഞ്ഞ് ചടഞ്ഞിരിക്കുന്ന ആളുകൾക്ക് മാർക്കറ്റിലേക്ക് പോകാനുള്ള പ്രചോദനം ഉണ്ടാവും. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു ഒടുക്കത്തെ കോൺഫിഡൻസും അല്ലാത്ത ആവേശവും. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടി ഈ 2 കാര്യങ്ങൾ മാത്രമേ വേണ്ടൂ. ആരെ കണ്ടാലും പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനും ആരെ കണ്ടാലും ആവേശത്തോടെ സംസാരിക്കാനും നിങ്ങൾക്ക് പറ്റണം. ഞാൻ എപ്പോഴും എന്റെ ട്രെയിനിങ്ങിൽ ടീമിനോട് പറയുന്നത്, രാത്രി 12 മണി കഴിഞ്ഞിട്ടും നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസൈഡ് ആക്കി ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ വെൽ ഡ്രസ് ചെയ്ത ഒരു ലേഡി റോഡ് സൈഡിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഷോപ്പിന്റെ മുന്നിൽ ഇരുന്നിട്ടോ വളരെ ആവേശത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ നോട്ട് ചെയ്യണം. അവരൊന്നുകിൽ ഒടുങ്ങാത്ത ആഗ്രഹത്തിന്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിരിക്കും, ഇല്ലെങ്കിൽ അതൊരു ഡയറക്ട് സെല്ലർ ആയിരിക്കും, അല്ലെങ്കിൽ MLM ചെയ്യുന്ന ലീഡർ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു കോൺഫിഡൻസും എക്സൈറ്റ്മെന്റും മാത്രമേ വേണ്ടൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നിങ്ങളുടെ ഉറക്കം കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നിൽ ഒരു തടസ്സവും നിങ്ങൾ കാണില്ല. നിങ്ങൾ തടസ്സങ്ങൾ കാണാത്ത പ്രതീക്ഷയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോളിലേക്ക് പോകുന്ന തരത്തിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് വരും. ഇപ്പൊ നമ്മുടെ പ്രശ്നം വ്യക്തമായ ഒരു ഗോളില്ലാത്ത കുറെ ആളുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ, അപ്പുറത്തെ ടീമിന്റെ പ്രശ്നം ചർച്ച ചെയ്യുക, ഇപ്പുറത്തെ ടീമിന്റെ പ്രശ്നം ചർച്ച ചെയ്യുക, കോർ ടീമിന്റെ പ്രശ്നം ചർച്ച ചെയ്യുക, മനോജ് സാറിന്റെ പ്രശ്നം ചർച്ച ചെയ്യുക, മറ്റുള്ള ലീഡേഴ്സിന്റെ പ്രശ്നം ചർച്ച ചെയ്യുക, കമ്പനിയുടെ പ്രശ്നം. ഇങ്ങനെയുള്ള കുറെ ചെറിയ 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 സംശയങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന കുറെ ആളുകളും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവും. അവർക്ക് ലക്ഷ്യമില്ലാത്തതുകൊണ്ടാണ്. ലക്ഷ്യമില്ലാത്ത ആളുകളുടെ ചർച്ച കേട്ടിട്ട് ലക്ഷ്യമുള്ള നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം മറന്നു പോകുന്നതാണ് ഈ ബയോട്ടോറിയം ചെയ്യുന്ന നമ്മുടെയൊക്കെ ഒരു ശാപം.
അതുകൊണ്ട് തന്നെ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് പീപ്പിളിനെ ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഈ വരുമാനമല്ലെങ്കിലും വേറെ വരുമാനം കിട്ടുന്നുണ്ടാവും, അവർക്ക് കുടുംബത്തിലേക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ വലുതാണ്, നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതാണ്. സോ ലോങ് ആസ് യു ഹാവ് യുവർ ഐസ് ഓൺ ദ ഗോൾ യു ഡോണ്ട് സീ ദ ഒബ്സ്റ്റക്കിൾസ്. ശിവകേരയുടെ റിപ്പോർട്ടാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ നിങ്ങൾ മുന്നിൽ ഒരു തടസ്സവും കാണില്ല. നിങ്ങൾ കാണുന്നതൊക്കെ നിങ്ങളുടെ വഴികളായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ വിജയങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇന്നത്തെ ഈ ഒരു സെഷൻ ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമയം 7 മണിയായി. തൽക്കാലം ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സാർ. താങ്ക് യു വിനീത് സാർ. നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു സിസ്റ്റത്തിലൂടെ എങ്ങനെ വിജയിക്കാമെന്ന് വളരെ വിശദമായി സാർ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്താൽ നമുക്ക് ഓരോരുത്തർക്കും ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ സാധിക്കും. പ്ലീസ് വെൽക്കം മിനി മാഡം. ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി മാഡത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ബീന മാഡം. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് ഓൾ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു ഇന്ന്. നമുക്ക് നല്ലൊരു മോട്ടിവേഷനാണ് നമ്മുടെ മിനീഷ് സാർ നമ്മളെല്ലാം വിളിക്കുന്നത്. ഇത് ആരാണോ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നത് അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കുതിക്കാനുള്ള ഒരു നല്ലൊരു മെസ്സേജാണ് നമ്മുടെ മിനീഷ് സാർ നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നത്. ഓരോ ദിവസവും നമ്മൾ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ചെയ്യുക. നമുക്കൊരു ജോലി കിട്ടിയാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അത് നമ്മൾക്ക് ആത്മാർത്ഥത എത്രമാത്രം ഉണ്ടോ അതിലപ്പുറം ആത്മാർത്ഥത നമ്മൾ ഇതിൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് മാത്രമല്ല നമ്മുടെ ഭാവി തലമുറയെ തന്നെ സെറ്റാക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊജക്റ്റും അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ആരാണോ ഇത് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നത് അവർക്ക് വിജയം സുനിശ്ചിതമാണ്. ഞാൻ എന്നെ ഒന്നും പരിചയപ്പെടുത്തിയില്ല, സോറി. എന്റെ പേര് മിനി ജോയി, കോട്ടയത്താണ് താമസിക്കുന്നത്. ബൈ പ്രൊഫഷൻ ടീച്ചർ ആയിരുന്നു. ഈ ഒരു മേഖലയെ പറ്റി യാതൊരുവിധ പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇത് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, റിസൾട്ട് കിട്ടി. അത് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയ ആ ഒരു പ്രൊജക്ടിന്റെ മാഹാത്മ്യം അല്ലെ അതിന്റെ ജെന്യൂനിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ് ആ ഒരു മേഖല അല്ലെ ടീച്ചിങ് പ്രൊഫഷൻ മാറ്റിവെച്ചിട്ട് ഇത് എനിക്ക് മാത്രമല്ല എന്നിൽ കൂടി അനേകർക്ക് ഗുണം നൽകുന്ന അല്ലെങ്കിൽ അവരുടെ ഭാവിയെ അല്ലെങ്കിൽ അവരുടെ തലമുറയെ സെറ്റാക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാവർക്കും ഒരവസരം ദൈവം തന്നിട്ടുണ്ട്. അത് ധൈര്യപൂർവ്വം എല്ലാവരും മുന്നോട്ട് നമുക്കറിയാം നമ്മുടെ കമ്പനി നെക്സ്റ്റ് ലെവൽ ബ്ലാസ്റ്റിംഗിലേക്ക് കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ അവസരങ്ങൾ നമുക്ക് ദിനംപ്രതി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആരാണോ തക്കത്തിൽ വിനിയോഗിക്കുന്നത് അവർക്ക് വിജയം സുനിശ്ചിതമാണെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ഒരിക്കൽ കൂടി ആശംസയോടെ നിർത്തുന്നു. താങ്ക് യു ഓൾ.